ഇങ്ങനെ വിഷമിച്ച് താടി കൈ കൊടുത്തിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പത്തനംതിട്ടയായിരുന്നു വർക്ക് കോന്നിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. വെള്ളച്ചാട്ടം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ വിഷമമാണ് എല്ലാവരുടെ മുഖത്ത്. ആണ്ടേ ഇതാണ് ആ വെള്ളച്ചാട്ടം. വെള്ളം ഒട്ടും വെള്ളമില്ലായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലായിരുന്നു. ഈ പോകുന്ന വഴിക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ല. ഇതിൻ്റെ വിഷമത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പോകുന്ന വഴിക്ക് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി അവിടേക്ക് പോകാൻ നേരത്തെ നമ്മൾ വഴി ചോദിച്ചു. അങ്ങനെ 1986 പണിയെടുപ്പിച്ചതാണ്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഇത്രയും സ്ഥലത്തിലുള്ള ആൾക്കാർക്ക് കൃഷിക്ക് ആവശ്യമായിട്ട് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജലസേചന പദ്ധതിയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഈ ഒരു കമ്പി വെച്ചിരിക്കുന്നുണ്ട്. ഇതിൽ കൂടെ നടന്നു വരുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അതിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ അതിൽ കൂടെ ഒരുപാട് വെള്ളം ഭയങ്കര പവറോടുകൂടി ഒഴുകുന്ന കേട്ടോ വെള്ളം. ഇത് മാത്രമല്ല, ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മളെല്ലാവരും ഇൻസ്റ്റയിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ കുഞ്ഞൊരു തോട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ വെള്ളം പോകുന്ന ഒരു സംഭവം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഞങ്ങൾക്ക് അതിൽ ഇറങ്ങണമെന്ന് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങി കുളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. കറക്റ്റായിട്ട് എൻ്റെ വ്യൂ കാണണമെങ്കിൽ അതിൽ ഇറങ്ങിപ്പോയി തന്നെ കേട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള പൊടിയും മാത്രമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങ് പൊടിയെ കൊടുത്തു കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ്. കാണുമ്പോൾ തന്നെ പേടിയാവും. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവൻ പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. നമ്മൾ കാണുന്ന പോലെയില്ല, നല്ല ഒഴുക്കുണ്ട്. പക്ഷേ ആഴമൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മുടെ കൂടെ വന്ന 2 കാന്താരികൾ ഇവിടെ നിന്ന് കാന്താരി മുളക് അത്ര അടിച്ചു മാറ്റി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.